കോലായി ഒക്കെ പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നല്ല സൗഹൃദത്തില് ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ പുലഭ്യം പറഞ്ഞുകൊണ്ടുവരും. ആ സമയത്ത് നാസർ കൊടിമരം ഇപ്പോഴും ക്ലബ് ഹൗസിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ തെറി പറഞ്ഞിട്ടല്ല ഇസ്ലാമിനെ വിമർശിക്കേണ്ടത്, ഇതല്ല ഇസ്ലാമിന്റെ വിമർശനം എന്ന് പറഞ്ഞ് പലപ്പോഴും ഗ്രൂപ്പിൽ നിന്നും അവരെ ലെഫ്റ്റ് ആക്കി വിടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പോട്ടെ. എന്നിട്ട് ഇവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുത്തതാണ് മുഹമ്മദ് നബിയുടെ ജനനം എന്നൊക്കെ ഇവർ പറഞ്ഞു എന്ന് ആരോ പറയുന്നിട്ടു. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഇവരും തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല. ആകെ ഈ മുഹമ്മദ് നബിയെ കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞ സമയത്തു മാത്രമാണ് ഇവരും ഞാനും തമ്മിൽ വാട്സാപ്പിൽ സംസാരിക്കുന്നത് പോലെ. ഇവർ ഒരു ദിവസം തന്നെ എന്നെ 8 തവണ വിളിക്കുവാണ്. രാത്രി എത്ര മണിക്ക്? 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക്. എന്നെ അവരെന്തെങ്കിലും ചെയ്യുമോ? കേസാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, കുഴപ്പമില്ല, എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു മനുഷ്യൻ തീ പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ സമാധാനിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ മതത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എന്നിട്ട് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടൊരു ഷോർട്സ് ഇടുവാണ്. അല്ല, മുഹമ്മദ് നബിയെ ഇപ്പൊ അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇസ്ലാം തകർന്നു പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് പോലും ഇട്ടു. വേറെ ഒറ്റ യുക്തിവാദികളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് അനുകൂലമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പലരെയും സമീപിക്കുകയും ചെയ്തിരുന്നു, ലിയാഖത്തിനെയും ആരിഫിനെയും ഒക്കെ സമീപിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ അവരാരും അതിന് തയ്യാറായില്ല. അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഇവര് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവരെ സഹായിക്കാൻ ആരും തയ്യാറായില്ല. അപ്പൊ ഇതല്ലാതെ ഇവര് ഞാനും തമ്മിൽ പ്രത്യേകിച്ച് ഒരു പരിചയവുമില്ല. ഇവർക്ക് പിന്നെ ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഇവരുടെ മതമായിരിക്കണം, ഇവരുടെ ആശയമായിരിക്കണം, ഇവരുടെ രാഷ്ട്രീയമായിരിക്കണം, അതല്ലെങ്കിൽ ഇവർ തെറി വിളിക്കും. നമുക്കതുപോലെ തെറി വിളിച്ച് ശീലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തീരെ ശീലമില്ല കേട്ടോ, അത് വേറെ. അപ്പോ അതാണ് അതിന്റെ വശം. ഇനിയും ഇവർക്ക് 10,000 രൂപ, ഇവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞപ്പോൾ 10,000 രൂപ ഞാൻ കൊടുത്തു. തിരിച്ചു ചോദിച്ചപ്പോൾ ഇവര് വല്ലാതെ പ്രകോപിതയായി. എപ്പോഴെങ്കിലും തരുമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ഇവരെനിക്കത് ഗൂഗിൾ പേ വഴി തിരിച്ചിട്ട് തന്നു. ഞാനത് പല ലൈവുകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇട്ടു തന്നു. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പലതവണ എന്നെ വിളിച്ചെങ്കിലും ഞാൻ ഫോൺ എടുത്തില്ല. പിന്നീട് അവർ അലിമാഷിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ പിന്നെ ഉപ്പ വിളിച്ച് എന്നോട് പറഞ്ഞു, മോളെ ഇങ്ങനെ പൈസ ഇട്ടിട്ടുണ്ട്, ശരി ഇട്ടിട്ടുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോ അതങ്ങനെ പോയി. പിന്നീട് ഇവർക്ക് എന്നോട് വല്ലാത്ത പ്രതികാരമുണ്ട്. അത് തീർക്കാൻ വേണ്ടി ആരെയൊക്കെ കരുവാക്കാമോ ഇതിനകത്ത് അവരെ ഒക്കെ പിടിച്ച് കരുവാക്കും. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഞാൻ ഇതൊന്നും നിങ്ങളുമായിട്ട് ഒരിക്കലും പങ്കുവെക്കണം എന്ന് വിചാരിച്ച ആളല്ല. ഞാൻ ഒരുപാട് സ്വകാര്യതകൾ സൂക്ഷിക്കുന്ന ആളാണ്. നിങ്ങൾ ഇതൊന്ന് കണ്ടോണം. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, സിവിൽ സ്റ്റേഷൻ കോഴിക്കോട്, ഞാൻ ഒരു പരാതി കൊടുത്തതാണ്. ഭവനഭേദനം, വധശ്രമം. കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതി രാത്രി 9 മണിക്ക് ഞാനും കുട്ടികളും ഇത് വീട് കയറി ആക്രമിക്കാൻ വന്നതാ. മനസ്സിലായോ? കാപ്പാട് വീട്ടില് 2 പേര് കേട്ടോ. ആദ്യം ഒരു ദിവസം ഒരാള്, പിന്നീട് ഇതിന് പുറമെ കഴിഞ്ഞ 22-ാം തീയതി ഉച്ചയ്ക്ക് 12:30 സുനിൽ. അത് 2 പേര്. ഇത് എന്നാണ് ഇത് നടക്കുന്നതെന്ന് അറിയാമോ? എന്റെ വീട് കയറി ആക്രമിച്ച സംഭവം നടക്കുന്നത് ജനുവരി 1-ാം തീയതി 2018. ഏതാണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് അടക്കം ഒരു 6-7 മാധ്യമങ്ങളോളം വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കെതിരെയുള്ള വധശ്രമം. ജനം ടിവിയിലും വലിയ രൂപത്തിൽ ചർച്ചയുണ്ടായിരുന്നു. ജന്മഭൂമിയിൽ എഴുതി വന്നു, സമകാലിക മലയാളത്തിൽ എഴുതി വന്നു, യുക്തിരേഖയിൽ എഴുതി വന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പില് എനിക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് വലിയ രൂപത്തിൽ ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു നമ്മുടെ അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനവും അഡ്വക്കേറ്റ് അനിൽകുമാറും ഒക്കെ കൂടി, യുക്തിവാദി സംഘത്തിന്റെ പേരിൽ. പിന്നീട് കോഴിക്കോട് മൗന ജാഥ സംഘടിപ്പിച്ചു. നമ്മുടെ ഇരിങ്ങൽ കൃഷ്ണമാഷും കലാനാഥ മാഷും എല്ലാം കൂടി ചേർന്നിട്ട്. ഒന്ന് ചോദിക്കട്ടെ, 2 കുഞ്ഞുങ്ങൾ എന്നോടൊപ്പമുണ്ട്. ആ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള, ആ കുഞ്ഞുങ്ങളോട് അടുപ്പമുള്ള, ആ കുഞ്ഞുങ്ങളുടെ ജീവനിൽ ആകുലതയുള്ള ഒരു പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാള് എന്നെ ബന്ധപ്പെടാതിരിക്കുമോ? അതല്ലെങ്കിൽ ആരെയെങ്കിലും? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലായിരുന്നു എനിക്ക് വേണ്ടി പ്രകടനം നടത്തിയത് യുക്തിവാദി സംഘം. അവരെ ആരെയെങ്കിലും സമീപിച്ചിട്ട് എന്റെ കുഞ്ഞുങ്ങള് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നൊന്ന് ചോദിക്കുമായിരുന്നില്ലേ സ്നേഹമുള്ള ഒരു പിതാവ്? ആ സമയത്ത്
ഞാൻ ഉപയോഗിച്ച ഫോൺ നമ്പർ അടക്കം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ. അപ്പൊ മക്കളെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു പിതാവായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, എന്റെ കുഞ്ഞുങ്ങൾ ശരിയല്ലേ. അപ്പൊ ഒരു പിതാവ് എന്ന നിലയിൽ തോറ്റുപോയ ഒരു വ്യക്തിത്വം. പിന്നെ ഞാന് പഠിച്ചിട്ടില്ല, ഇതൊന്നും പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, 10ാം ക്ലാസ് ഫെയിലായ ഒരു വ്യക്തിയാണ് ഞാനെന്നൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോണം, ഏത് കാലത്താണെന്നും കൂടി നോക്കിയോ. 2000 മാർച്ച് ഞാൻ പഠിച്ച ട്യൂഷൻ സെന്റർ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്റെ ചിത്രം കാണാം. ഇവിടെ കണ്ടോ? എന്താ കിട്ടിയിരിക്കുന്നത് നോക്ക്. കണ്ടോ? അഡ്രസ്സോടുകൂടി പാസ്സായ വ്യക്തിയാണ് ഞാൻ. പത്താം ക്ലാസ് ജയിച്ചിട്ടില്ല, 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല, ടീച്ചർ അല്ല, എന്തെല്ലാം പറയാമോ അതെല്ലാം. അതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് വ്യക്തിപരമായി വിരോധമുള്ള ആളെ താറടിച്ച് കാണിക്കാൻ എന്തു മാർഗവും സ്വീകരിക്കുന്ന ഒരു വ്യക്തി. നോക്ക്, ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇത് ആരെയും വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അല്ല കേട്ടോ. കള്ളങ്ങളുടെ ഗോപുരം കെട്ടി ഉയർത്തിയത് ആരാണ് എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളെയെങ്കിലും എനിക്കൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ. ബോധ്യപ്പെടുത്തുന്നതിനോടൊന്നും യോജിപ്പുള്ള ഒരാളല്ല ഞാൻ, പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് വേണം. പിന്നെ എൻ്റെ സിസ്റ്ററുടെ ഭർത്താവ് ചോദിച്ചു, ഞാൻ എവിടത്തെ ടീച്ചറാണ് എന്ന്. ഞാൻ പഠിച്ചിട്ടില്ല എന്ന് എൻ്റെ എക്സ് ഹസ്ബൻഡ് വന്നിരുന്നു പറഞ്ഞു. ഈ യോഗ്യത പോരെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ എന്ന് അവരോടൊന്ന് ചോദിക്കണം നിങ്ങൾ. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് 2nd ക്ലാസ്സോടുകൂടി ഞാൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അറബി പഠിപ്പിക്കുന്ന പരീക്ഷ, പ്രിലിമിനറി എക്സാം 2nd ക്ലാസ്സോടുകൂടി പാസ്സായ വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് അഫ്സലുൽ ഉലമ എന്നാണ് പറയുക. അഫ്സലുൽ ഉലമ പ്രിലിമിനറി 3 വർഷത്തെ കോഴ്സാണ്. ആ നമ്പർ ഉണ്ടല്ലോ. ഫേക്ക് ആയിട്ട് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് അങ്ങനെയൊന്നും പരിചയമില്ല, എനിക്കതൊന്നും ഇഷ്ടവുമല്ല. ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ. കണ്ടോ? ഓക്കെ, തീർന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയമൊന്നും ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷേ ചിലപ്പോൾ എനിക്കത് വേണ്ടി വരുവാണ്, മനസ്സിലായ? ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്. പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസമില്ല, എല്ലാം നുണയാണ് പറയുന്നത് എന്നൊക്കെയാണല്ലോ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ സിസ്റ്ററുടെ ഭർത്താവിന് എന്നെ അടിക്കാൻ കിട്ടിയ ഒരു വടി അയാൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ അയാൾ കള്ളനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യത എനിക്കുമുണ്ടല്ലോ. ഇനി എനിക്ക് അവരെ ഫേവർ ചെയ്യേണ്ട അവസ്ഥ എനിക്കില്ലല്ലോ. എനിക്ക് ആ കുഞ്ഞുങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാ. പക്ഷേ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ടാണ്. അറബി ഡിഗ്രി കോഴ്സിന്റെ ഉണ്ട്, ഇടയ്ക്ക് കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനിയും എവിടത്തെ ടീച്ചറാണ് ആരെയും ബോധ്യപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല കിങ്ങേ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലത് ഒന്ന് കാണിച്ചില്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. നോക്കോ, അയ്യോ ഇങ്ങനെ എടുക്കണല്ലേ. നോക്കോ, കാർത്തിക തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫോർ ഗേൾസ്. എവിടെയാ സ്ഥലം? മണക്കാട്, തിരുവനന്തപുരം.
2008 ജാമിദ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. എന്നെ മെമ്മോ അയച്ച് വിളിച്ചതാണ്. ക്രസന്റ് റെസിഡൻഷ്യൽ ഹൈസ്കൂൾ, അഴീക്കോട്, തിരുവനന്തപുരം. ഞാനിവിടെ പോയില്ല. മെമ്മോ കിട്ടിയിട്ട് പോലും ഞാനിവിടെ പോയില്ല പഠിപ്പിക്കാൻ. ഇനി തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് നടപടികൾ നോക്കിക്കോ. തിരുവനന്തപുരം നഗരസഭ എനിക്ക് കണ്ണ് കാണത്തില്ല, ജനറൽ വിദ്യാഭ്യാസമാണ്. അതിന്റെ ഡേറ്റ് നോക്കിക്കോ. 2008 7-ാം മാസം മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുവാണ്. ദാ ഉത്തരവ് നോക്കിക്കോ. തിരുവനന്തപുരം, നിങ്ങളൊന്ന് വായിച്ചോട്ടെ, എനിക്ക് കണ്ണ് തീരെ പിടിക്കുന്നില്ല. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പൊന്നറ ശ്രീധർ മെമ്മോറിയൽ UP സ്കൂളിൽ അറബിക് ടീച്ചറുടെ ഒഴിവിലേക്ക് ദിവസ വേതനടിസ്ഥാനത്തിൽ ഒരു ടീച്ചറെ നിയമിക്കുന്നതിന് മേൽ പരാമർശം 2 പ്രകാരം ടി സ്കൂൾ ഹെഡ്മിസ്ട്രസ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. മേൽ പരാമർശം 3 പ്രകാരമുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും ശ്രീമതി കെ ജാമിദ ബീവിയെ ദിവസവേതനാടിസ്ഥാനത്തിൽ പൊന്നറ ശ്രീധർ മെമ്മോറിയൽ UP സ്കൂളിൽ അറബിക് അധ്യാപികയായി 2/7/2008 പൂർവാഹനം മുതൽ നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. കഴിഞ്ഞില്ല. അത് മണക്കാട് തന്നെയാണ് കേട്ടോ, വലിയ തുറ സ്കൂള്. വെറുതെ ഒരാൾക്ക് അങ്ങനെ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കും. ഇവർക്കൊക്കെ പറ്റും, പക്ഷെ എനിക്കത് വശമില്ല, അതുകൊണ്ട് എനിക്കത് പറ്റില്ല. എല്ലാം എടുത്തു തരാം. കോർട്ട് ഓർഡർ കിട്ടിയല്ലോ. ശരി. കാർത്തിക ലക്ഷ്മി, ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കുര്യാത്തി ഗവൺമെന്റ് LP സ്കൂൾ മണക്കാട്, അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പല സ്ഥലങ്ങളിലായിപ്പോയി. ഞാൻ ഓർഡറിൽ വെക്കാൻ പറ്റിയില്ല, നല്ല തിരക്കിലുമായിരുന്നു ഇന്ന്. എവിടെയൊക്കെ ഒരുപാട് രേഖകളുണ്ട് എൻ്റെ കയ്യിൽ. പലയിടത്തായി. പിന്നെ എന്നെ ഒരു സംഘടനയിൽ നിന്നും ആരും പുറത്താക്കിയിട്ടില്ല. സാമ്പത്തിക തട്ടിപ്പ്. ആരാണ് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? ജാമിദാരോടും തെണ്ടിയിട്ടില്ല. അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിച്ചാണ് ശീലം. ഇപ്പോഴും അതെ, എന്നും അതെ, അങ്ങനെ തന്നെയാണ് ശീലം. പിന്നെ നോക്കിയോ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സെൻട്രൽ കമ്മിറ്റി, ഞാനവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്തതെന്ന് നോക്കിക്കോളൂ. ഈ 2ാമത്തെ പാരഗ്രാഫ് നോക്കിക്കോ. 1.5 വർഷത്തോളമായി പ്രസ്ഥാന ആദർശ പ്രവർത്തകയും 2017 ജനറൽ ബോഡി യോഗത്തിലെ ആധികാരികമായ സെക്രട്ടറിയുമാണ് ജാമിദ ടീച്ചർ. നോക്ക്, കണ്ട, എങ്ങും വലിഞ്ഞു കയറി വന്നിട്ട് ആരും അടിച്ചോടിച്ചതല്ല. സ്ഥാനമാനങ്ങൾക്കു വേണ്ടി എങ്ങും പോയി യാചിച്ചിട്ടുമില്ല.